ഹായ് ഓൾ, വെൽക്കം ടു മൈ വ്ലോഗ്. സോ ഞങ്ങളിതേ കുട്ടികളുടെ ആദ്യത്തെ പിക്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വിചാരിച്ചു കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് പോകാമെന്ന്. സോ ഇത് ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 12 o'clock ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നാഗാർജുന പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻജോയ്. ഗൗരവാണ്. എന്തിനാ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അവന് കാണുന്നില്ലല്ലോ, മറ്റവന് കാണാണ്ടല്ലോ സെൽഫി. അതാണ് അവൻ നോക്കാത്തെ, അവനെ കണ്ടല്ലോ. ഈ താഴേക്ക് പോയിട്ട് കുപ്പി കഴുകാൻ കേട്ടോ അവരുടെ. അവിടെ അവിടെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തുന്ന വരെ കുട്ടികളുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാറിൽ. നല്ല രസമായിരുന്നു കേട്ടോ ഇവരുടെ ഒപ്പം കളിക്കാൻ. ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് അറിയുന്നുണ്ട്, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു സുഖമായിട്ട് ഞങ്ങളുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കും. ലൈറ്റിങ് ഒക്കെ അങ്ങനെ തന്നെ കുണി കുണി പോണ അയക്കാനറിഞ്ഞു അവൻ. അതാ എടാ വാച്ച് അയച്ചൂടാ കൈത്തെ. ഞാനും ഉറക്കത്തിലാണ് ചിരിപ്പിക്കോ? വീഡിയോക്ക് വരാനാണ് ആ ചിരി. ഇവനെ ചിരിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം. അവന് ചിരിപ്പിക്കാൻ അവന് പ്രൂവ് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ഇരിക്കും. അങ്ങനെ ദേ ഞങ്ങൾ ഫസ്റ്റ് പിക്നിക് സ്പോട്ടിലെത്തി. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞാൻ കുട്ടികൾക്ക് പാലൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത്.
അങ്ങനെ ഞാൻ കുട്ടികൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് പിക്നിക് സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അവിടെ പാർക്കിംഗ് ഉണ്ടാവുമോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തും പിന്നെ പിക്നിക് സ്പോട്ടിലേക്ക് കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് അധികം കുഴപ്പമില്ല. ഞങ്ങളുടെ നടന്നിട്ട് അവിടെ എത്തുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളുടെ എത്തി. ഞങ്ങൾ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ നല്ല നല്ല സാധനങ്ങൾ കാണാനുണ്ട്. ഞാൻ റീൽസിൽ കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇവിടെ പോകാം. എന്താ വെച്ചാൽ കുറേ സാധനങ്ങളുണ്ടല്ലോ കാണാം. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കൗതുകമാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം അവർ എൻജോയ് ചെയ്യുമോ, അവർ എന്തെങ്കിലും കാണുമോ, അതോ അവർ ഉറങ്ങാനോ ചെയ്യാന്ന്. ഇതേ രാജീവും ഹരിയും കൂടി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അവർ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് ഉള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്നുകൊണ്ട് ആദ്യം കണ്ടതാണ് ഡൈനോസർ. ഡൈനോസറിനെ കണ്ടു. കുറേ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഡൈനോസറിനെ. ഒരു റിയൽ ഡൈനോസർ നിൽക്കുന്ന മാതിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ എന്തൊക്കെയാണോ നോക്കി. നല്ല രസമുണ്ടായിരുന്നു അല്ലാതും കാണാൻ. പക്ഷേ ഇതൊന്നും കുട്ടികൾ കണ്ടില്ല. ബിക്കോസ് അവർ സുഖമായി ഉറങ്ങായിരുന്നു. പാൽ കുടിച്ചോണ്ട് ഉറങ്ങിയവർ. സോ അത് കാരണം അവർ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി ബാക്കിയുള്ള സാധനങ്ങൾ കാണാൻ. വെൽ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. അല്ലാതും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനലി രണ്ടുപേര് കേട്ടിരിക്കണോ. കുഞ്ഞുമണി ഒരു റിയാക്ഷൻ ഇല്ല. എന്താണത് എന്താണത്? ഇല്ല, രണ്ടുപേർക്കും ഒന്നുമില്ല. എനിക്ക് എന്നോട് പേടിയില്ല.
ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് പറഞ്ഞു, നീ റീൽസിൽ കണ്ട സാധനം അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം ഓടിപ്പോയി. തണ്ടാൻ, ഇതാണിത്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമായിരുന്നത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് മ്യൂസിയമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കബൻ പാർക്കിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. സോ പോകുന്ന മുന്നേ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സെൽഫി വീഡിയോ എടുത്തപ്പോണ്ട് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ സുഖമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണം, അവൻ വല്ല എന്തോ മാത്രമേ നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെയും കൂടി വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവനുണ്ട് കാട്ട് മുഖത്തേക്ക് അടിച്ച് എന്തോ മാതിരി പാവത്തിൽ. അങ്ങനെ ഞങ്ങളുടെ പതുക്കെ കബൻ പാർക്കിലേക്ക് നടന്നു പോവാണ്. സോ കബൻ പാർക്ക് എന്ന് പറയുന്നത് ഈ മ്യൂസിയത്തിന് അടുത്ത് തന്നെയാണ്. സോ നടക്കാനുള്ള ഡിസ്റ്റൻസ് അല്ലോ. അപ്പോൾ ഞങ്ങളുടെ നടന്നിട്ട് കബൻ പാർക്കിലേക്ക് പോവാണ്. കബൻ പാർക്ക് പോകുന്ന മുന്നേ ഞാൻ പിന്നെയും കുട്ടികൾക്ക് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കബൻ പാർക്ക് എത്തി. ഇങ്ങടേം ചെല്ലുമോ? ഞാൻ ചിരിച്ചെന്നു കേട്ടോ. കബൻ പാർക്കിൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് തിരിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ സംഭാഷണം കേൾക്കാം. മുഖം പിടിച്ച് മാന്തി. അയ്യോ വിവാന്റെ മാന്തി. അത്ര സ്നേഹപ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെ പോണേ, എങ്ങനെ പോണേ? എവിടേക്കാ നോണ്ട് പോണേ? അവിടെ ഇരിക്കണ, ഒറ്റയ്ക്ക് ഇരിക്കണ. നമ്മൾ സംസാരിക്കുമ്പോ എന്തൊക്കെയോ ശിവ മൈൻഡ് ചെയ്യോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിക്നിക് എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ട നിങ്ങൾ രണ്ടാൾക്കും? ഫസ്റ്റ് പിക്നിക് അറ്റൻഡേഴ്സ് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പിക്നിക്? എങ്ങനെ ഉണ്ടായിരുന്നു? പുറത്തേക്ക് ഇറങ്ങിയപ്പോ എങ്ങനെ തോന്നി? കൈ വായലിടല്ലേന്ന് അവിടെ പറയുന്നുണ്ട്. വെട്ടി കൊടുക്കേണ്ടി വരും. മാതിരിയെ ചിലപ്പോൾ വേദനിക്കും. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. രണ്ടാൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനേ. അവന്റെ മുഖത്തേക്ക് പോകുമ്പോഴത്തേനാണ് പേടിയാണ്. സ്നേഹിക്കുന്നുണ്ടല്ലോ അവളൊന്ന്, ഭയങ്കര സ്നേഹം.
ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഉണ്ട് രണ്ടുപേരും ഗംഭീരമായ സംസാരമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ എൻഡ്